Good afternoon. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ പറ്റിയാണ്. Okay. So what is an operator? Operator is a character which shows an action. ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ്, ഒരു ആക്ഷനെ കാണിക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് we call an operator. നമുക്കറിയാം. For example, plus which shows addition, minus which shows subtraction, plus increment operator. ഓക്കെ, നമ്മൾ ഓൾറെഡി സിയിലും C++ലെ എല്ലാ ഓപ്പറേറ്റേഴ്സും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി മെയിൻലി ഓപ്പറേറ്റേഴ്സ് രണ്ട് രീതിയിലാണുള്ളത്, യൂണറി ഓപ്പറേറ്റർ ആൻഡ് ബൈനറി ഓപ്പറേറ്റർ. ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഓപ്പറൻറ്റിനെ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ വി കോൾ എ യൂണറി ഓപ്പറേറ്റർ. രണ്ട് ഓപ്പറൻസ് എടുക്കുന്നതിന് വി കോൾ എ ബൈനറി ഓപ്പറേറ്റർ. ഇത്രയും നമുക്ക് അറിയാവുന്ന ബേസിക്സ് ആണ്. ഓക്കെ, നമ്മൾ C++ പഠിച്ചപ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പോളിമോർഫിസം. ഓക്കെ, പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ വൺ നെയിം മെനി ഫോംസ്. ഒരു പേരിലുള്ള ആൾ പല കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്നു, പല സമയത്ത് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ ഓവർലോഡിങ് പഠിച്ചതാണ്. ഓക്കെ, ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെ പോലെ തന്നെ പോളിമോർഫിസത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു പോളിമോർഫിസമാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, ബോത്ത് ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ് shows the extensibility of object oriented programming. എക്സ്റ്റെൻസിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിന്, അതായത് ഓൾറെഡി ഉള്ള സംഭവത്തിന് നമ്മൾ അതിനൊരു പുതിയൊരു മീനിങ്ങോടെ കൊടുക്കുന്നു, അതിൻ്റെ യൂസേജിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സ്റ്റെൻസിബിലിറ്റി. ഓക്കെ, സോ ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിങ്, രണ്ട് ഓവർലോഡിങ്ങുകളും എക്സ്റ്റെൻസിബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ രണ്ട് രീതിയിലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പോളിമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻ ഓവർലോഡിങ് പഠിച്ചതാണ്. ഒരേ നെയിമുള്ള ഫങ്ഷൻസ് പല രീതിയിൽ പല ആക്ഷൻസ് ചെയ്യുന്നു. ഓക്കെ, നമ്മളത് ചെയ്തത് ബൈ അതിൻ്റെ റിട്ടേൺ ടൈപ്പിനെ ചേഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്തു, ആർഗ്യുമെൻറ്റ്സിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്തൊക്കെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ചെയ്തു. സെയിം വേ വി ക്യാൻ ഡു ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓക്കെ, സോ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദിസ് ഗീവ്സ് എ സ്പെഷ്യൽ മീനിങ് ടു ദ ഓപ്പറേറ്റർ. ഓൾറെഡി ഉള്ള മീനിങ് അല്ല, ഒരു അഡീഷണൽ മീനിങ് നമ്മൾ ഓപ്പറേറ്ററിന് കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി നോ പ്ലസ് ഓപ്പറേറ്റർ, ബൈനറി പ്ലസ് ഓപ്പറേറ്റർ, അഡീഷനെ കാണിക്കുന്ന രണ്ട് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫ്ലോട്ട് വേരിയബിൾസിൻ്റെ, അതായത് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സിൻ്റെ അഡീഷന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദ പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, സെയിം പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ കോൺകാറ്റനേഷൻ ഓഫ് സ്ട്രിങ്സ്. string 1 plus string 2 gives the concatenation of string 1 and string 2. അങ്ങനെ നമുക്ക് അതൊരു എക്സ്ട്രാ മീനിങ് ആണ്. നമുക്ക് ബിൽറ്റ് ഇൻ ആയിട്ട് ബൈ ഡീഫോൾട്ട് അങ്ങനെ സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാനുള്ള ഒരു കോൺകാറ്റിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ബട്ട് വി ക്യാൻ ഗീവ് ദാറ്റ് മീനിങ് ടു ദ പ്ലസ് ഓപ്പറേറ്റർ. അതിന് നമ്മൾ ഇല്ലാത്തൊരു മീനിങ് അഡീഷണലി കൊടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓൾറെഡി ഉള്ള ഒരു ഓപ്പറേറ്ററിന് ഒരു അഡീഷണൽ ഫങ്ഷനാലിറ്റി, ഒരു അഡീഷണൽ മീനിങ് കൊടുക്കുന്നതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. C++ൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സിയിലുള്ളതുപോലെ തന്നെ CPP-ലും ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ഓവർലോഡ് ചെയ്യാനായിട്ട് CPP പെർമിറ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവരെ മാത്രമേ നമുക്കിവിടെ ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഓവർലോഡിങ് ചെയ്യാനായിട്ട് വി യൂസ് എ സ്പെഷ്യൽ ഫങ്ഷൻ വിച്ച് ഈസ് കോൾഡ് ദ ഓപ്പറേറ്റർ ഫങ്ഷൻ. ഒരു ഓപ്പറേറ്റർ ഫങ്ഷൻ എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഓവർലോഡിങ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എപ്പോഴും ഈ ഓപ്പറേറ്റർ ഫങ്ഷനെ വി ഡിഫൈൻ ഇൻ ദ പബ്ലിക് പാർട്ട് ഓഫ് എ ക്ലാസ്സിൻ്റെ പബ്ലിക് പാർട്ടിൽ വേണം എപ്പോഴും നമ്മുടെ ഓപ്പറേറ്റർ ഫങ്ഷനെ ഡിക്ലെയർ ചെയ്യാനായിട്ട്. സോ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാനായിട്ട് വി യൂസ് എ സ്പെഷ്യൽ ഫങ്ഷൻ, അതിൻ്റെ പേരാണ് ഓപ്പറേറ്റർ ഫങ്ഷൻ. ആൻഡ് ദാറ്റ് ഫങ്ഷൻ ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ദ പബ്ലിക് പാർട്ട് ഓഫ് എ ക്ലാസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ സിൻടാക്സ് ഫോർ ആൻ ഓപ്പറേറ്റർ ഫങ്ഷൻ. ഒരു ഓപ്പറേറ്റർ ഫങ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്: റിട്ടേൺ ടൈപ്പ്, ഓപ്പറേറ്റർ, OP, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. റിട്ടേൺ ടൈപ്പ് ഇസ് ദ type of value which the function return. നമ്മൾ നോർമലി റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നല്ലേ, ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് അത് എന്ത് ടൈപ്പ് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത്, ലൈക്ക് വോയിഡ് ആണോ, അല്ലെങ്കിൽ ഇൻറ്റ് ആണോ, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണോ, ക്യാർ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൻ്റെ വേരിയബിൾ ആണോ, ഓക്കെ, ക്ലാസ് നെയിം ആണോ, എന്താണോ അതാണ് നമ്മുടെ റിട്ടേൺ ടൈപ്പ്.
ഓപ്പറേറ്റർ ഇസ് ദ കീവേഡ്. ഓപ്പറേറ്റർ എന്നുള്ളത് കീവേഡാണ്, ഇതിങ്ങനെ തന്നെ എടുക്കുക. ആൻഡ് ഒ പി ഇസ് ദ ഓപ്പറേറ്റർ വിച്ച് വി വോണ്ട് ടു ഓവർലോഡ്. നമ്മൾ ഓവർലോഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഒ പി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി പ്ലസ്, മൈനസ്, പ്ലസ് പ്ലസ്, സ്റ്റാർ, ഏത് ഓപ്പറേറ്ററിനെയാണോ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത് ആ ഓപ്പറേറ്ററാണ് ഇവിടെ ആൻഡ് ദ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഓക്കെ, ആൻഡ് here operator op is the function name. Return type is the return type of the function. Argument list is the parameters which the function takes, and operator op is the function name. Okay. And now ഇനി ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷനെ, ഒരു ക്ലാസ്സിലെ ഓപ്പറേറ്റർ ഫംഗ്ഷനെ നമുക്ക് ഒന്നെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ മെമ്പറാക്കി ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കി ഡിഫൈൻ ചെയ്യാം. സോ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ക്യാൻ ബി of two types, either a member function of the class or a friend to a class. നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഒന്നെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ ആക്കി ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ തന്നെ ഫ്രണ്ട് ഫംഗ്ഷൻ ആക്കി ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് ആസ് ഐ ഓൾറെഡി സെഡ്, ഓപ്പറേറ്റർ രണ്ട് രീതിയിലുണ്ട്, യൂണറി ആകാം, ബൈനറി ആകാം. ഓക്കെ, സോ ദിസ് ബ്രിങ്സ് 4 ക്ലാസ്സസ് ഓഫ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഒന്നെങ്കിൽ മെമ്പർ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം. ഓപ്പറേറ്റർ ഒന്നെങ്കിൽ യൂണറി ആകാം, ബൈനറി ആകാം. അപ്പോൾ 4 കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റർ ഓവർലോഡിങ്, അല്ലെങ്കിൽ 4 രീതിയിലുള്ള ഓപ്പറേറ്റർ ഓവർലോഡിങ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മെമ്പർ ഫംഗ്ഷനായിട്ട് യൂണറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാം, മെമ്പർ ഫംഗ്ഷനായിട്ട് ബൈനറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനായിട്ട് യൂണറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനായിട്ട് ബൈനറി ഓപ്പറേറ്റർ 4 കോമ്പിനേഷൻസ് വരും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ can be either member or friend, and operator can be either unary or binary. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസസ്സ്, കോഡും കാര്യങ്ങളും ചെയ്യുന്ന പ്രൊസീജിയറും എല്ലാം ഒരുപോലെയാണ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇറ്റ് ടേക്സ്. എത്ര ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്നു, ബൈനറി ആണോ, മെമ്പർ ആണോ, ഫ്രണ്ട് ആണോ, യൂണറി ആണോ എന്നൊക്കെ നോക്കിയിട്ട് എത്ര ആർഗ്യുമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എത്ര ആർഗ്യുമെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ ഇനി ഒരു യൂണറി ഓപ്പറേറ്ററിനെ മെമ്പർ ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു യൂണറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ ഫംഗ്ഷനെ നമ്മൾ മെമ്പറാക്കിയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു ആർഗ്യുമെൻറ്റും എടുക്കുന്നില്ല, നോ ആർഗ്യുമെൻറ്റ്. ഇനി ഒരു യൂണറി ഓപ്പറേറ്റർ ഫ്രണ്ട് ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതെങ്കിൽ, യൂണറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഫ്രണ്ടായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ടേക്സ് 1 ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഒരു ബൈനറി ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ഫംഗ്ഷനെ മെമ്പറാക്കിയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ടേക്സ് 1 ആർഗ്യുമെൻറ്റ്. ഫ്രണ്ടായിട്ടാണെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്. നമുക്ക് ഈ ടേബിൾ പഠിക്കണം. ഓക്കെ, യൂണറി മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, യൂണറി ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, 1 ആർഗ്യുമെൻറ്റ്. ബൈനറി ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്, ബൈനറി മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്, ബൈനറി ഫ്രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ 2 ആർഗ്യുമെൻറ്റ്സ്. ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ. ഓക്കെ, നമ്മളൊരു യൂണറി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേരിയബിളിനെ മീൻസ് ഒരു വാല്യൂവിനെ നെഗേറ്റ് ചെയ്യുക. ഓക്കെ, 5 ആണെങ്കിൽ -5 ആക്കുക. ഓക്കെ, അപ്പോൾ നെഗേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറൻ്റാണ്, ഒരു ഓപ്പറേറ്ററാണ് യൂണറി മൈനസ്. അതിനെ മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഓവർലോഡ് ചെയ്തേക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ക്ലാസ് സ്പേസ്. ഓക്കെ, അവിടെ ഒരു വേരിയബിൾ ഇൻഡെക്സ് പ്രൈവറ്റ് വേരിയബിളാണ്. ഇനി പബ്ലിക് പാർട്ടിൽ ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് എ കൺസ്ട്രക്ടർ. ഇതൊരു കൺസ്ട്രക്ടറാണ്. ആ കൺസ്ട്രക്ടർ എക്സിൻ്റെ വാല്യൂ 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡിസ്പ്ലേക്ക് ഒരു ഫംഗ്ഷൻ, പിന്നെന്താണ്, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ദിസ് ഈസ് അവർ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഓക്കെ, ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കൂ. റിട്ടേൺ ടൈപ്പ്, ഓപ്പറേറ്റർ എന്നുള്ളത് നമ്മുടെ കീവേഡ്, ആൻഡ് ദ ഓപ്പറേറ്റർ OP. ഇവിടെ ഓവർലോഡ് ചെയ്യുന്നത് മൈനസ് ആയതുകൊണ്ട് OP ബിക്കംസ് മൈനസ്. ഓക്കെ, ഇത് ആർഗ്യുമെൻ്റ് എടുക്കുന്നില്ല. എടുക്കാത്തതിൻ്റെ കാരണം എന്താ, നമ്മളിവിടെ ഓവർലോഡ് ചെയ്യുന്നത്
യൂണറി മൈനസ് ആണ്. ഓക്കെ, യൂണറി മൈനസ് ആസ് മെമ്പർ ഫംഗ്ഷൻ ആയിട്ടാണ്. യൂണറി മെമ്പർ ഇറ്റ് ടേക്സ് നോ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതാണ് ഈ ടേബിൾ പഠിക്കാൻ പറഞ്ഞത്. യൂണറി മെമ്പർ ആയിട്ടാണെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റും എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റും എടുക്കുന്നില്ല. ഓക്കെ, ഇനി ക്ലാസ്സിന് പുറത്ത് എക്സ് ഞാൻ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഇവിടെ നടത്തിയത് ഡിക്ലറേഷനാണ്. നമ്മൾ നോർമലി ഫങ്ഷൻസ് ചെയ്യുന്ന പോലെ, മെമ്പർ ഫങ്ഷൻസ് ചെയ്യുന്ന പോലെ ക്ലാസ്സിനെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നു, ക്ലാസ്സിന് പുറത്ത് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്യുമ്പോൾ നോർമലി മെമ്പർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലാസ്സിൻ്റെ സ്കോപ്പിൽ ഡിഫൈൻ ചെയ്യും യൂസിങ് ദ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ക്ലാസ്സിന് വെളിയിൽ ക്ലാസ്സിൻ്റെ സ്കോപ്പിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യും. അതേപോലെ ഇവിടെ നമ്മളിവിടെ ഓപ്പറേറ്റർ ഫംഗ്ഷനെയും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ, ഫംഗ്ഷൻ നെയിം. ഇവിടെ ഫംഗ്ഷൻ നെയിം എന്താണ്? ഓപ്പറേറ്റർ മൈനസ് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. അതുപോലെ തന്നെ കൊടുത്തു, ഓപ്പറേറ്റർ മൈനസ്. ഇനി ഇതിനകത്ത് ഞാൻ എക്സിൻ്റെ വാല്യൂ നെഗേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഓക്കെ, കമ്മിങ് ടു ദ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻസ് കോൾ ചെയ്തു. ഓക്കെ, സ്പേസ് ഒ ബി എന്നൊരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, OB.display. അപ്പോൾ എക്സിക്യൂഷൻ എങ്ങനെ തരും? ആദ്യം സ്പേസ് ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്തു. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആവും. നമ്മളിവിടെ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വെച്ചിട്ടുണ്ട്, കൺസ്ട്രക്ടർ ഇൻവോക്ഡ് ആവുന്നു. ഓക്കെ, കൺട്രോൾ ഇവിടേക്ക് വരുന്നു. കൺസ്ട്രക്ടറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ 5 ആക്കി അപ്ഡേറ്റ് ചെയ്യും. സോ എക്സിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 5. എക്സിന് ഇപ്പോൾ 5 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? OB.display. ഇപ്പോൾ OBയുടെ വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. OB ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ ചെയ്യുന്നു. ഡിസ്പ്ലേ ഫംഗ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ ഔട്ട് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് ചെയ്തു, എക്സിൻ്റെ വാല്യൂ 5. ഓക്കെ, ഇനി എന്താ? നെക്സ്റ്റ് ഇസ് മൈനസ് OB ഈസ് സിമിലർ ടു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഈ ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യണം. നെഗേറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യണം. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മളൊരു മെമ്പർ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ നോർമലി എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? യൂസിങ് ദ ഒബ്ജക്റ്റ് അല്ലേ? ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? OB ഡോട്ട്, ഇനി ഫംഗ്ഷൻ്റെ പേരെന്താ? ഓപ്പറേറ്റർ മൈനസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ഓക്കെ, OB ഡോട്ട് ഓപ്പറേറ്റർ മൈനസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ഇങ്ങനെ നമുക്ക് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, ഇതല്ലാതെ ഈ പറഞ്ഞ രീതിയിലും നമുക്ക് ഇൻവോക്ക് ചെയ്യാം. ഈ രണ്ട് രീതിയും ഏതാണ്? സിമിലർ ആണ്, മീൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് OB ഡോട്ട് ഓപ്പറേറ്റർ മൈനസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് എന്ന് വിളിക്കുന്നതിന് പകരം -OB എന്ന് വിളിച്ചാലും സെയിം ആണ്. സോ ഐ എം യൂസിങ് ദിസ് മെത്തേഡ് -OB എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫംഗ്ഷനെ ഇൻവോക്ക്ഡ് ആവുന്നത്. ഇവോക്കായിട്ട് എന്ത് സംഭവിക്കും? എക്സിനെ -X ആക്കി അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, -X അപ്ഡേറ്റ് ചെയ്തുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിൻ്റെ വാല്യൂ -5 ആയി അല്ലേ? 5 എന്നുള്ളത് -5 ആയി. അഗെയിൻ OB.display. ഇപ്പോൾ ഡിസ്പ്ലേ വിളിച്ച് ഏത് വാല്യൂ ഡിസ്പ്ലേ ആകും? -5 ഡിസ്പ്ലേ ആകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്ത് ചെയ്തു? ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷനെ വെച്ചു. ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഫ്രണ്ട് ഫംഗ്ഷൻ ആണോ മെമ്പർ ഫംഗ്ഷൻ ആണോ എന്നുള്ളതനുസരിച്ച് അത് എടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ഡിഫർ ചെയ്യും. ഓക്കെ, ഇനി ഫ്രണ്ട് ഫംഗ്ഷനും മെമ്പർ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്ന രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. മെമ്പർ ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും ക്ലാസിൻ്റെ സ്കോപ്പിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനെ ക്ലാസിൻ്റെ സ്കോപ്പിൽ ഡിഫൈൻ ചെയ്യാറില്ല. ഓക്കെ, ഇനി കോൾ ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട്. എന്താണ്? മെമ്പർ ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റ് ഡോട്ട് ക്ലാസിൻ്റെ മെമ്പർ ആയതുകൊണ്ട് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാറുള്ളൂ. ബട്ട് ഫ്രണ്ട് ഫംഗ്ഷൻ സിൻസ് ഇറ്റ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എ ക്ലാസ്, അത് ഒബ്ജക്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ട അതിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ അതിനെ ഇൻവോക്ക് ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. ഓക്കെ, നോർമൽ രീതിയിലും ഇൻവോക്ക് ചെയ്യാം. ബട്ട് ദിസ് ഈസ് മോർ യൂസർ ഫ്രണ്ട്ലി. കുറേയും കൂടെ നമുക്ക് ഒരു റിയൽ വേൾഡ് പോലെ അല്ലെങ്കിൽ ഒരു ബിൽഡ്-ഇൻ ഡേറ്റ ടൈപ്സ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ഇസ് ദ സെയിം
സെയിം എക്സാമ്പിൾ ഓഫ് യൂണറി മൈനസ്. യൂണറി മൈനസിൻ്റെ തന്നെ ഇപ്പോൾ ചെയ്ത എക്സാമ്പിൾ ഞാൻ ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ഓവർലോഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു. ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ എന്താണ് ഡിഫറൻസ് ഉള്ളത്? നമ്മൾ എക്സ് ഇത് വെച്ചു, കൺസ്ട്രക്ടർ വെച്ചു, വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യാനൊരു ഫംഗ്ഷനെ വെച്ചു. ആൻഡ് വി ഹാവ് ആർ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഹിയർ. ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഇത് ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷൻ യൂണറി. അപ്പോൾ നമ്മുടെ ഈ ടേബിൾ അനുസരിച്ച് യൂണറി ആൻഡ് ഫ്രണ്ട്, യൂണറിയും ഫ്രണ്ട്, യൂണറി മൈനസ് ആണ് ചെയ്യുന്നത്. ആസ് ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് വൺ ആർഗ്യുമെൻറ്റ്. ഇറ്റ് ടേക്സ് വൺ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഇത് ഫ്രണ്ട് ആണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് എന്നുള്ള FREND, ഫ്രണ്ട് എന്നുള്ള കീവേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ റിട്ടേൺ ടൈപ്പ് ഓപ്പറേറ്റർ OP ഇസ് ദ ഫംഗ്ഷൻ നെയിം ആൻഡ് ദ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഇത് എടുക്കാൻ പോകുന്നത് ഫ്രണ്ട് ഫംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ട്. ഫ്രണ്ട് ഫംഗ്ഷൻ യൂഷ്വലി ടേക്സ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ആസ് ആർഗ്യുമെൻറ്റ്. നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ പഠിച്ചതാണ്. സോ ഈ ഓപ്പറേറ്റർ മൈനസ് എന്നുള്ള ഫ്രണ്ട് ഫംഗ്ഷൻ ഈ സ്പേസ് ക്ലാസ്സിൻ്റെ മെമ്പർ ആയതുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെയാണ് അത് ആർഗ്യുമെൻ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്നും കാണിച്ചിട്ടില്ല. ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം. മെമ്പർ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? റിട്ടേൺ ടൈപ്പ് ക്ലാസ് നെയിം സ്കോപ്പ് റെസൊല്യൂഷൻ ഫംഗ്ഷൻ നെയിം, അങ്ങനെയാണ് ചെയ്യുന്നത്. ബട്ട് ഫ്രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ ഒരിക്കലും ക്ലാസിൻ്റെ സ്കോപ്പിൽ ഡിഫൈൻ ചെയ്യാറില്ല. ഓക്കെ, നിങ്ങൾ ഒന്ന് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ നോട്ട് റെഫർ ചെയ്യണം. അപ്പം അതിൽ നമ്മളൊരിക്കലും ക്ലാസിൻ്റെ സ്കോപ്പിൽ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാറില്ല. ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യുന്ന ഫോർമാറ്റ് ഇതാണ്. റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് എസ് ഡോട്ട് ഈ ഒബ്ജക്റ്റിൻ്റെ പേരാണ് s.x ഈക്വൽ ടു -s.x. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചേക്കണേന്ന് നോക്കിയേ. മെയിനിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അതാണ് ചെയ്യേണ്ടത്. ഇനി ഫ്രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് കോൾ ചെയ്യേണ്ട. ഫ്രണ്ട് ഫംഗ്ഷനെ ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞ് മാത്രം കോൾ ചെയ്താൽ മതി. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേരെന്താ? ഓപ്പറേറ്റർ മൈനസ്. ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ നെയിം. ഓപ്പറേറ്റർ മൈനസ്. ഇത് ഒരു ആർഗ്യുമെൻ്റ് എടുക്കുന്നുണ്ട്. ആരാണ് ആർഗ്യുമെൻറ്റ്? ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓർ വി ക്യാൻ കോൾ ദിസ് വേ -s. ഇങ്ങനെ വിളിച്ചാലും ഈ സെയിം ഓപ്പറേറ്റർ ഫംഗ്ഷൻ ആയിരിക്കും ഇൻവോക്ഡ് ആവുന്നത്. ഓക്കെ, ഐ പ്രിഫർ ദിസ് വേ. നമ്മൾ ഫോളോ ചെയ്യേണ്ടതും ഈ രീതിയിലാണ്. ഓക്കെ, -s ആണ്. അപ്പോൾ -s ഈ ഓപ്പറേറ്റർ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു? ഈ എസിൻ്റെ എക്സ് വാല്യൂവിനെ നെഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ എക്സിൻ്റെ വാല്യൂ, ഇവിടെ 5 ആയിരുന്നു, -5 ആണ് ഡിസ്പ്ലേ ആവുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദ കേസ്. ഇതാണ് യൂണറി ഓപ്പറേറ്റർ. നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനും ബൈനറി മെമ്പർ ഫംഗ്ഷനും രണ്ട് ഫംഗ്ഷനും വെച്ചിട്ട് ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ബൈനറി ഓപ്പറേറ്റർ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബൈനറി പ്ലസ് ആണ്. ബൈനറി പ്ലസ് എന്ന് പറഞ്ഞാൽ A+B അല്ലെങ്കിൽ 2+3 രണ്ട് നമ്പേഴ്സിനെയോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബൈനറി പ്ലസ് ഓപ്പറേറ്റർ. അതിനെ ഞാൻ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ഓവർലോഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ A+IB, A+I, 2+3i അല്ലെങ്കിൽ 2+4i, 5+2i എന്നൊക്കെയുള്ള ആ ഫോർമാറ്റിലുള്ള നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലസ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പോൾ എയും ബിയും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് A+B എന്ന് പറഞ്ഞാൽ, നോർമൽ കേസിൽ A+B എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സം കിട്ടില്ല. ഓക്കെ, പക്ഷേ എനിക്ക് എന്ത് വേണം? A+B എന്ന് പറയുമ്പോൾ ആ രണ്ട് എയും ബിയും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സാണ്, അവരെ ആഡ് ചെയ്തിട്ട് അവരുടെ സം കിട്ടണം. ഓക്കെ, അതായത് ആ പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററിന് ഞാനൊരു എക്സ്ട്രാ മീനിങ് കൊടുക്കുവാണ്. അതായത് ടു ആഡ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ക്ലിയർ? രണ്ട് ഇൻറ്റിജറിനെ അല്ല, രണ്ട് ഫ്ലോട്ട് നമ്പറിനെ അല്ല, രണ്ട് ഡബിൾ നമ്പേഴ്സിനെ അല്ല, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പ്ലസ് സൈനിനെ യൂസ് ചെയ്യാണ്. ഐ എം ഗിവിങ് എൻ എക്സ്ട്രാ മീനിങ് ടു മൈ
പ്ലസ് സിമ്പിൾ. എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കോംപ്ലക്സ് ക്ലാസ് ഡിക്ലെയർ ചെയ്തു. അവിടെ രണ്ട് വേരിയബിൾസ് എക്സും വൈയും. ഓക്കെ, ഇനി കോംപ്ലക്സ് ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വെച്ചു. രണ്ട് വാല്യൂസ് വെച്ചിട്ട് ഞാൻ എക്സിനെയും ഐനെയും അപ്ഡേറ്റ് ചെയ്യുന്നു. എക്സിനെ ഐനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പാസ് ചെയ്ത് വരുന്ന വാല്യൂ അനുസരിച്ച് എക്സും വൈയും അപ്ഡേറ്റഡ് ആകും. ഓക്കെ, ഇനി എന്താണ്? ഞാൻ എൻ്റെ ഓപ്പറേറ്റർ ഫംഗ്ഷനെ വെച്ചു. ഇതാണ് എൻ്റെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഇതാണ് റിട്ടേൺ ടൈപ്പ്. ഓക്കെ, ഞാനിവിടെ റിട്ടേൺ ടൈപ്പ് വെച്ചിട്ടുണ്ട്. വോയിഡ് അല്ല, എൻ്റെ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് വാല്യൂ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. സോ റിട്ടേൺ ടൈപ്പ് ഈസ് കോംപ്ലക്സ് ഇറ്റ് സെൽഫ്. ക്ലാസ്സിൻ്റെ പേര് തന്നെ കോംപ്ലക്സ് ഓപ്പറേറ്റർ പ്ലസ്. ഓപ്പറേറ്റർ എന്നുള്ളത് കീവേഡ്, പ്ലസ് ആണ് നമ്മൾ പ്ലസ് ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്. ആൻഡ് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അവിടെ ഒരു ആർഗ്യുമെൻറ്റ് വരാൻ കാരണം എന്താ? ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. പ്ലസ് ബൈനറി ഓപ്പറേറ്ററാണ് മെമ്പർ ഫംഗ്ഷനായിട്ടാണ് ചെയ്യുന്നത്. ബൈനറി മെമ്പർ ഇറ്റ് ടേക്സ് 1 ആർഗ്യുമെൻറ്റ്. നമ്മുടെ ടേബിൾ അനുസരിച്ച് ബൈനറി മെമ്പർ ആണെങ്കിൽ ഇറ്റ് ടേക്സ് 1 ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു ആർഗ്യുമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ഇനി യൂഷ്വലി നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷൻ എങ്ങനെയാണ്? റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ടൈപ്പും ക്ലാസ് നെയിമും രണ്ടും കോംപ്ലക്സ് തന്നെയാണ്. സ്കോപ്പ് റെസൊല്യൂഷൻ, ഓപ്പറേറ്റർ പ്ലസ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്, ആൻഡ് ദ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് അഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇനി മെയിനിലോട്ട് വരിക. മെയിനിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? 3 വേരിയബിൾസ്, 3 കോംപ്ലക്സ് ഒബ്ജക്ട്സ് C1, C2, C3 3 കോംപ്ലക്സ് ഒബ്ജക്ട്സിനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി ഫസ്റ്റ് C1 ഈക്വൽ ടു കോംപ്ലക്സ് 2.5, 3.5 അതായത് 2.5 രണ്ട് വാല്യൂസ് ഞാൻ എന്താണ് കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് C1ലേക്ക് അപ്ഡേറ്റ് ചെയ്യും. എന്ത് സംഭവിക്കും? ഇവിടെ C1 ഈക്വൽ ടു കോംപ്ലക്സ് 2.5, 3.5 ഇവിടേക്ക് വരുന്നു. ആറിൽ ഇവിടെ 2.5 എന്നുള്ള വാല്യൂ, ഇവിടെ 3.5 എന്നുള്ള വാല്യൂ. അപ്പോൾ എക്സിലേക്ക് 2.5, ഇവിടെ 3.5. അതായത് C1ൻ്റെ എക്സിലേക്ക് 2.5ഉം C1ൻ്റെ വൈയിലേക്ക് 3.5 എന്നുള്ള വാല്യൂ നമ്മൾ വെച്ചു കൊടുക്കുക. ഓക്കെ, സോറി, ഇത് എക്സും വൈയും ആണ്. എക്സും വൈ C1ൻ്റെ എക്സിലേക്ക് 2.5ഉം C1ൻ്റെ വൈയിലേക്ക് 3.5ഉം നമ്മൾ രണ്ട് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തു. സെയിം വേ C2ലേക്ക് നമ്മൾ വാല്യൂ റീഡ് ചെയ്യുക യൂസിങ് ദ കൺസ്ട്രക്ടർ ഇറ്റ് സെൽഫ്. 1.6, 2.7 രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നു. ഇവിടെ എക്സിൽ 6ൽ 1.6, ഇവിടെ 2.7, 1.6, 2.7. ഓക്കെ, C2ൻ്റെ എക്സിലേക്ക് നമ്മൾ 1.6ഉം C2ൻ്റെ വൈയിലേക്ക് 2.7ഉം ഒന്നും. ഓക്കെ, ഇനി എനിക്ക് ഇവരെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റണം. ഈ എക്സുകൾ ആഡ് ചെയ്ത് C3യിലേക്ക് സ്റ്റോർ ചെയ്യണം, വൈകൾ ആഡ് ചെയ്ത് C3യുടെ വൈയിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഞാൻ അഡീഷനുള്ള കോഡ് എഴുതി വച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? C3 ഈക്വൽ ടു C1 പ്ലസ് C2 അല്ലെങ്കിൽ C3 ഈക്വൽ ടു ഇതിന് വേണ്ടിയിട്ട് അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓപ്പറേറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് എങ്ങനെയാണ്? ഓപ്പറേറ്റർ ഫംഗ്ഷനെ നമ്മളിവിടെ ഒരു മെമ്പർ ഫംഗ്ഷനായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ മെമ്പർ ഫംഗ്ഷൻസ് എപ്പോഴും ഒബ്ജക്ട്സിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമേ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ C1 എന്നുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ C1 ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഓപ്പറേറ്റർ പ്ലസ് എന്നുള്ളതാണ് നമ്മുടെ മെമ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേര്. ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു C2. C1 ഡോട്ട് ഓപ്പറേറ്റർ പ്ലസ് ഓഫ് C2. അപ്പോൾ ഈ C2 ആണ് ഇവിടെ വരുന്ന ഈ പാസ് ചെയ്ത് വരുന്ന ആർഗ്യുമെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് C3 ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ ദിസ് ഈസ് മോർ സിമിലർ ടു C ഈക്വൽ ടു A പ്ലസ് B അല്ലേ? നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സിനെ ആഡ് ചെയ്ത് ഒരു മൂന്നാമതൊരു ഇൻറ്റിജറിലേക്ക് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് മൂന്നാമതൊരു കോംപ്ലക്സ് നമ്പറിലേക്ക് അതിനെ
സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ഒരു കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കോഡ് മാറ്റാനായിട്ട് ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓവർലോഡിങ് കോൺസെപ്റ്റ് വഴി രണ്ട് ബിൽറ്റ് ഇൻ വാല്യൂസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് യൂസർ ഡിഫൈൻഡ് വാല്യൂസും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ദ പ്രിഫേർഡ് വേ. C3 = C1 + C2. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഇൻവോക്ഡ് ആവും. ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ്റെ അകത്ത് എന്താ വരുന്നത്, C2. ഓക്കെ, ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം C1 + C2 ഇതിൽ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു ആർഗ്യുമെൻറ്റേ പാസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അതായത് C2 ആണ് ആർഗ്യുമെൻ്റ് ആക്കി പാസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കോഡ് നോക്കിയേ, ഒരു ടെമ്പററി വേരിയബിൾ ഉണ്ടാക്കി വിച്ച് ഇസ് ടെമ്പ്. ടെമ്പററി ഒബ്ജക്റ്റാണ് ടെമ്പ്. ടെമ്പിൻ്റെ എക്സിലേക്ക്, അതായത് ഇവിടെ ഒരു ടെമ്പ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ടെമ്പിൻ്റെ എക്സിലേക്ക്, ഇത് ടെമ്പിൻ്റെ എക്സ്, ഇത് ടെമ്പിൻ്റെ വൈ. ടെമ്പിൻ്റെ എക്സിലേക്ക് x+c.x. സി എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ ഒബ്ജക്റ്റാണ് സി. അതാരാണ് ഇവിടെ നിന്ന് പാസ് ചെയ്തത്, C2 ആണ് അല്ലേ. നോക്കൂ, ഇവിടെ നിന്ന് C2 ആണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് പാസ് ചെയ്തത്. C2 ആണ് ഇവിടെ C ആക്കി വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോഡ് എന്താ, ടെമ്പിൻ്റെ എക്സിലേക്ക് എക്സും സിയുടെ എക്സും കൂടെ ആഡ് ചെയ്യാൻ. ഈ സി എന്നുള്ളത് C2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എക്സ് ആരാണ്, അപ്പോൾ എക്സ് ആരുടെ ആയിരിക്കും, ഈ C1ൻ്റെ എക്സിനെയാണ് എക്സ് എന്ന് വിളിക്കാൻ കാരണം. അതിന് കാരണം എന്താണ്, നമ്മൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ സ്റ്റേറ്റ്മെൻറ്റും രണ്ട് ഈക്വലൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാം നമ്മൾ ഈ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് C1 എന്നുള്ളൊരു ഒബ്ജക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. C1 ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്. സോ ഏത് ഒബ്ജക്റ്റാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഇൻവോക്കിംഗ് ദ ഫംഗ്ഷൻ, അതിൻ്റെ വാല്യൂസ് ഇവിടെ വരും, ബൈ ഡീഫോൾട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ C1.x എന്ന് കൊടുക്കാത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ടെമ്പിൻ്റെ എക്സിലേക്ക് എക്സും സിയുടെ എക്സും കൂടെ ആഡ് ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ അത് C1ൻ്റെ എക്സ് ആണ്. സിയുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സി എന്ന് പറഞ്ഞാൽ അത് C2 തന്നെയാണ്. C2ന് നമ്മൾ കൊടുത്ത അലൈസ് വേറൊരു നെയിമാണ് സി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടെമ്പിലോട്ട് വയ്ക്കുന്നു. അതായത് 2.6ഉം 2.5ഉം 1.6ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുന്നു, വിച്ച് ഇസ് 2.5 + 1.6 ആഡ് ചെയ്ത് സം ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു, ടെമ്പിൻ്റെ വൈയിലേക്ക് വയ്ക്കുന്നു. ടെമ്പിൻ്റെ വൈയിൽ y + c.y രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വയ്ക്കാം. y എത്രയാണ്, y മീൻസ് C1ൻ്റെ y വിച്ച് ഇസ് 3.5 പ്ലസ് സിയുടെ വൈ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 2.7. അതിൻ്റെ സമ്മേഷൻ എത്രയാണോ, സമ്മേഷൻ ഇപ്പോൾ ഞാൻ ഇതിനെ പി എന്നും ക്യൂ എന്നും വിളിക്കുവാണ്. എത്രയാണോ സം പി എന്നുള്ള വാല്യൂ, ആ 2.5 1.6 ആഡ് ചെയ്ത വാല്യൂ അത് ടെമ്പിൻ്റെ എക്സിലുണ്ട്. 3.5ഉം 2.5 വൈകൾ ആഡ് ചെയ്ത വാല്യൂ അത് ടെമ്പിൻ്റെ വൈയിലുണ്ട്. ഞാനതിനെ പി എന്നും ക്യൂ എന്നും വിളിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, റിട്ടേൺ ടെമ്പ്. ടെമ്പിനെ റിട്ടേൺ ചെയ്യുക. അതായത് ടെമ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ടെമ്പിനൊരു എക്സ് ഉണ്ട്, ടെമ്പിനൊരു വൈ ഉണ്ട്, ആ എക്സിലും വൈയിലും വാല്യൂസ് ഉണ്ട്. ഇത്രയും വാല്യൂസിന് റിട്ടേൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടെമ്പ് റിട്ടേൺ ചെയ്യാണ്. ഓക്കെ, ടെമ്പിൻ്റെ ടൈപ്പ് എന്താ, ടെമ്പിൻ്റെ ടൈപ്പ് കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഫംഗ്ഷൻ ഈസ് റിട്ടേണിങ് എ വാല്യൂ വിച്ച് ഈസ് ഓഫ് ടൈപ്പ് കോംപ്ലക്സ്. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് കോംപ്ലക്സ് ആയത്. കണ്ടോ, നിങ്ങളിവിടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ നോക്കിയാൽ അറിയാം റിട്ടേൺ ടൈപ്പ് വോയിഡോ ഇൻഡോ ഒന്നുമല്ല, കോംപ്ലക്സ് ആണ്. ബിക്കോസ് ദിസ് ഫംഗ്ഷൻ ഇസ് റിട്ടേണിങ് എ കോംപ്ലക്സ് വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ടെമ്പ് റിട്ടേൺ ചെയ്യാണ്, ഈ ഒരു കോംപ്ലക്സ് വാല്യൂ റിട്ടേൺ ചെയ്യാണ്. ഈ റിട്ടേൺ ചെയ്യുന്ന കോംപ്ലക്സ് വാല്യൂവിന് റിസീവ് ചെയ്യാനായിട്ട് ആര് തന്നെ വേണം, ഒരു കോംപ്ലക്സ് വാല്യൂ തന്നെ വേണം, വിച്ച് ഇസ് C3. ഓക്കെ, വിച്ച് ഇസ് C3. അപ്പോൾ C3യിലേക്ക് ആണ് ടെമ്പ് വരുന്നത്. അതായത് ടെമ്പിൻ്റെ എക്സ് വിച്ച് ഇസ് ദ പി വാല്യൂ അത് C3യിൽ വരും, ഇത് ക്യൂവിലും വരും, വൈയിൽ ക്യൂ വാല്യൂവും വരും. ആ സമ്മേഷൻ എത്രയാണോ അതും വരും. ക്ലിയർ. അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന കോംപ്ലക്സ് വാല്യൂവിന് റിസീവ് ചെയ്യാനായിട്ടും ഇവിടെയും ഒരു കോംപ്ലക്സ് വാല്യൂ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട്, അതായത് C1ഉം C2ഉം കൂടെ ആഡ് ചെയ്ത റിസൾട്ട് എവിടെയുണ്ട്, C3യിലുണ്ട്. ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ വെച്ചിട്ട് C3.display എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു ബൈനറി ഓപ്പറേറ്റർ
മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓവർലോഡ് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെമ്പർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബൈനറി മെമ്പർ ഫംഗ്ഷൻ ആകുമ്പോൾ അത് ഒരു ആർഗ്യുമെൻ്റ് എടുക്കും. ഓക്കെ, ആൻഡ് ആ ഒരു ആർഗ്യുമെൻ്റ് എടുത്തു, അതിൻ്റെ ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, അതിനെ കോൾ ചെയ്തു. ക്ലിയർ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സെയിം എക്സാമ്പിൾ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഡിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ സെയിം പ്ലസ് ഓപ്പറേറ്റർ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഓവർലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡിക്ലറേഷനിൽ എന്ത് വരും? ഫ്രണ്ട് എന്നുള്ള കീവേഡ് വരും, റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം എന്താ? ഓപ്പറേറ്റർ പ്ലസ് തന്നെ. ആൻഡ് സിൻസ് ദിസ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ ആണ്, ഫ്രണ്ട് ഫംഗ്ഷൻ ആണ്. ബൈനറി ഫ്രണ്ട്, ഒരു ബൈനറി ഓപ്പറേറ്ററും ഒരു ഫ്രണ്ട് ഫംഗ്ഷനും. സോ ഇറ്റ് ടേക്സ് 2 ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, 2 ആർഗ്യുമെൻറ്റ്സ് എടുക്കുകയാണ്. ആ 2 ആർഗ്യുമെൻറ്റ്സ് ഏതാണ്? 2 ഒബ്ജക്ട്സ് ഓഫ് ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡിക്ലറേഷൻ പോകുന്നത്. ഇനി ഡെഫിനിഷൻ എന്തായിരിക്കും? ഡെഫിനിഷനിലേക്ക് വരുന്നതിന് മുന്നേ വി ഗോ ഫോർ ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മെയിനിൽ നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യണം. ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഫ്രണ്ട് ഫംഗ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് വി നെവർ യൂസ് ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ്, ബിക്കോസ് അത് ക്ലാസ്സിൻ്റെ മെമ്പർ അല്ലാത്തത് കൊണ്ട് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനെ യൂഷ്വലി ഇൻവോക്ക് ചെയ്യുന്നത് ബൈ കോളിങ് ഇറ്റ്സ് നെയിം. സാധാരണ നെയിം മാത്രം പറഞ്ഞ് നോർമൽ സിയിലൊക്കെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്ന പോലെ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഓപ്പറേറ്റർ പ്ലസ് എന്നാണ്. സോ ഓപ്പറേറ്റർ പ്ലസ് എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആദ്യത്തെ പോലെ 2 ഒബ്ജക്ട്സ് C1 C2 ആണെങ്കിൽ വിച്ച് ഇസ് C3 ഈക്വൽ ടു ഓപ്പറേറ്റർ പ്ലസ് ഓഫ് C1 C2. 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ട് ആണ് ഞാൻ കോൾ ചെയ്യുന്നത്. ഇതിനെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, C3 ഈക്വൽ ടു C1 പ്ലസ് C2. ഓക്കെ, ഇവിടെ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഒബ്ജക്റ്റും യൂസ് ചെയ്തിട്ടല്ല ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈ ഡീഫോൾട്ട് ആരുടെയും വാല്യൂസ് നമുക്ക് ഓപ്പറേറ്റർ ഫംഗ്ഷനിൽ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോംപ്ലക്സ് എ ആണ് C1, അലൈസ് C1ൻ്റെ അലൈസ് ആണ് A ആൻഡ് C2ൻ്റെ അലൈസ് ആണ് B. ഓക്കെ, സിമിലർ വേയിൽ തന്നെ നമ്മളൊരു ടെമ്പററി കോംപ്ലക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ടെമ്പിൻ്റെ എക്സിലേക്ക്. ഇവിടെയും ചെയ്യുന്നത് അതേപോലെ തന്നെ. ടെമ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ടെമ്പിനൊരു എക്സ് ഉണ്ടാവും, ടെമ്പിനൊരു വൈ ഉണ്ടാവും. ടെമ്പിൻ്റെ എക്സിലേക്ക് എയുടെ എക്സ്, എ എന്ന് പറഞ്ഞാൽ നമ്മുടെ C1 ആണ്, C1ൻ്റെ എക്സ് വാല്യൂ പ്ലസ് ബിയുടെ എക്സ്, C2ൻ്റെ എക്സ് വാല്യൂ ആഡ് ചെയ്തിട്ട് P ഒരു സം അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 2 വൈ വാല്യൂസും സ്റ്റോർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് എന്ത് ചെയ്യുന്നു? ഈ ടെമ്പററി ഒബ്ജക്റ്റിനെ ഇതിന് റിട്ടേൺ ചെയ്യുന്നു, ഇതിനിങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. ആ റിട്ടേൺ ചെയ്യുന്നത് എവിടേക്ക് വരുന്നു? C3 വരുന്നു. C3 എന്ത് തന്നെയാണ്? കോംപ്ലക്സ് ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ C3യുടെ എക്സിലേക്ക് ഈ P വാല്യൂവും C3യുടെ വൈയിലേക്ക് Q വാല്യൂവും വരുന്നു. ഇപ്പോൾ നമ്മൾ C3.display എന്ന് കോൾ ചെയ്യുകയാണെങ്കിൽ C3യിലുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലുള്ളത്. മെയിൻ പോയിൻറ്റ്സ് ഇതാണ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റായ പോളിമോർഫിസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, പോളിമോർഫിസം യൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻസിബിലിറ്റി എന്നുള്ള ലോജിക്കാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, അതൊരു ഫംഗ്ഷൻ ആകാം, ഒരു ഓപ്പറേറ്റർ ആകാം, അതിന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത മീനിങ് അല്ല, നമ്മളൊരു എക്സ്ട്രാ മീനിങ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എക്സ്റ്റെൻസിബിലിറ്റി. ഓക്കെ, അപ്പോൾ പോളിമോർഫിസം 2 രീതിയിലുണ്ട്. ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട്, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്. ഓപ്പറേറ്ററിന് ഒരു എക്സ്ട്രാ മീനിങ് കൊടുക്കുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, വിച്ച് ഇസ് ദ ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഓപ്പറേറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത് 2 രീതിയിലാകാം. ഒന്നെങ്കിൽ ഒരു മെമ്പർ ഫംഗ്ഷനായിട്ടാകാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫംഗ്ഷനായിട്ടാകാം. ഓക്കെ, ഇനി മെമ്പർ ഫംഗ്ഷനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഓപ്പറേറ്റേഴ്സ് 2 രീതിയിലുണ്ട്, യൂണറി ആകാം, ബൈനറി ആകാം. ഇനി യൂണറി ഓപ്പറേറ്ററിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെമ്പർ ഫംഗ്ഷനാക്കി ചെല്ലാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനാക്കി ചെയ്യാം. അതേപോലെ ബൈനറി ഓപ്പറേറ്ററിനെയും ഒന്നെങ്കിൽ മെമ്പർ ഫംഗ്ഷനാക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷനാക്കാം. ഇത് എല്ലാം ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് എന്താണ്?
അതിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മാത്രമാണ്. ഓക്കെ, അതെടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് മാത്രം, എത്ര ആർഗ്യുമെൻറ്റ്സിനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിലുള്ള ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫ്രണ്ട് ഫംഗ്ഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. പിന്നെ അത് നമ്മൾ ക്ലാസിൻ്റെ സ്കോപ്പിലല്ല ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രണ്ട് ഫംഗ്ഷനെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഓപ്പറേറ്റർ ഫംഗ്ഷനെ നമ്മൾ എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത് ക്ലാസിൻ്റെ പബ്ലിക് പാർട്ടിലാണ്. ക്ലാസിൻ്റെ പബ്ലിക് പാർട്ടിലാണ്, കൺസ്ട്രക്ടർ ചെയ്യുന്ന പോലെ തന്നെ ക്ലാസിൻ്റെ പബ്ലിക് പാർട്ടിലാണ് നമ്മൾ എപ്പോഴും ഓപ്പറേറ്റർ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇനി എല്ലാ ഓപ്പറേറ്റേഴ്സിനും ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. C++ പെർമിറ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അവരെ മാത്രമാണ് നമുക്ക് ഓവർലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.